2020 അവസാനം തന്നെ ചില അന്യായ നീക്കങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിരുന്നു എന്നാണ് ഈ ആക്രമിക്കപ്പെട്ട നടി വ്യക്തമാക്കുന്നത്. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തിരുന്ന രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു. അതായത് കുറ്റാരോപിതരിൽ ഒരാളുടെ നേരെ അന്വേഷണം നടക്കുന്ന സമയത്ത് മാത്രം ഇതിൽ ചില അന്വേഷണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അത് പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നു എന്നാണ് അതിജീവിത പറഞ്ഞിരിക്കുന്നത്. ഈ കുറച്ചു കാലങ്ങളായി കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും ഒക്കെ തന്നെ സമീപിച്ചിരുന്നു. ഈ ജഡ്ജിൽ നിന്നും കേസ് മാറ്റണമെന്നുള്ള എന്റെ എല്ലാ ഹർജികളും പക്ഷെ നിഷേധിച്ചു. അത് നേരത്തെ തന്നെ നമുക്കറിയാം, ഈ ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിതം നൽകിയിട്ടുള്ള ഹർജി തള്ളുകയാണ് ചെയ്തിരുന്നത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ പറയുന്നത് എന്നതിന്റെ ചില പോയിന്റുകൾ കൂടി അതിജീവിതയുടെ ഈ പോസ്റ്റിലുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഇപ്പോൾ താൻ തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്നാണ്. ആ തിരിച്ചറിവ് നൽകിയതിന് നന്ദി എന്നും അവരുടെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ കേസ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് അപ്പീലുമായിട്ട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് പോകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിൽ അതുകൂടിയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ഒപ്പം തന്നെ ഈ യാത്രയിൽ കൂടെ നിന്ന് എല്ലാ മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും നന്ദിയോടെ